മെക്സിക്കോ. വെൽക്കം ടു വൈബ് ജോഡി ഗായ്സ്. അങ്ങനെ നമ്മൾ നമ്മുടെ വലിയൊരു ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ നല്ലൊരു അടിപൊളി സൺറൈസ് കണ്ടിട്ടാണ് ഗൈസ് നീറ്റത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നില്ല സൺറൈസ് ഇങ്ങനെ എന്തായാലും കണ്ടിട്ടില്ല. അതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനിയിപ്പോൾ എങ്ങാനും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സൺസെറ്റ് കണ്ടിട്ടുണ്ട്, പക്ഷേ സൺറൈസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അതും നോക്കൂ ഗൈസ്, നമ്മൾ നീറ്റ് അവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നേരെ സൺറൈസാണ് കാണുന്നത്. മുത്ത് നീറ്റിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് സൺറൈസൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നീറ്റ് പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടുപേരും നീറ്റു. അപ്പം തന്നെ നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഞാൻ ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും പോകെയുള്ള വ്ളോഗ്സിൽ ഓരോന്ന് ഡീറ്റെയിൽഡായിട്ട് പറയാം കേട്ടോ. ഇന്നത്തേൽ നമ്മൾ അതങ്ങനെ വല്ലാണ്ട് ക്യാപ്ചർ ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ആകെ ഡിന്നറിന് മാത്രമാണ് നമുക്ക് വേറെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ്സ് നമുക്ക് പ്രീ ബുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത് നോർമലായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഏതാന്ന് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ പോവുക. അവിടെ നമ്മൾ തന്നെ നോക്കി എല്ലാണ്ടെങ്കിൽ ഓർഡർ കൊടുത്ത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ പോകുമ്പോൾ ഡ്രസ്സപ്പ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ച് വന്നിട്ടാവാന്ന് പറഞ്ഞിട്ട് മുത്ത് മാത്രമായിരുന്നു മാറ്റിയിട്ടുണ്ടായിരുന്നേ. ഞാൻ തിരിച്ച് വീണ്ടും നമ്മൾ റൂമിലോട്ട് തന്നെ വന്ന് ഒന്ന് വീണ്ടും മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പുറത്തോട്ട് പോവുകയാണേ. പുറത്തോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഈ ഹോട്ടലിൻ്റെ പുറത്തോട്ട് പോകുന്നില്ല. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള, പ്രത്യേകിച്ച് അന്ന് സൺഡേ ആണ് സെക്കൻഡ് ഡേ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് വിചാരിച്ചത് കേട്ടോ. ഫസ്റ്റ് ദിവസം അല്ല, സെക്കൻഡ് ഡേ ആയതുകൊണ്ട് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ മെനുവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് ഉള്ളത് ഇവിടെ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു പിങ്ക് പാർട്ടി നടക്കുന്നുണ്ട് പൂളിൽ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് ഉച്ചയ്ക്ക് 2 മണിക്ക് 2:30 അങ്ങനെ എന്തോ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ കണ്ടു. എല്ലാം അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, അതിൻ്റെ മുന്നേ ഒന്ന് പുറത്ത് ബീച്ചിലൊക്കെ ഒന്ന് പോയി നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വരാൻ. കാരണം എന്തായാലും 7 ദിവസം നമ്മൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ധൃതിപ്പെട്ട് ഭയങ്കരമായിട്ട് ഓടി കളിക്കണ്ടല്ലോ. പ്രത്യേകിച്ച് നമുക്ക് ഇവിടുത്തെ ചൂടിനോട് പെട്ടെന്ന് അങ്ങോട്ട് മാച്ചാവാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ അത്രയും തണുപ്പെന്ന് കുറച്ച് കാലമായല്ലോ ഇപ്പോൾ കാനഡയിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് തീരെ ചൂട് പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു 10 o'clock ആകുമ്പോഴേക്കും ഇതുപോലെ എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ മോർണിംഗ് 6-6:30 അങ്ങനെ എന്തോ ആണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ തൊട്ടിട്ട് നൈറ്റ് വരെ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരുന്നു, സിറ്റിംഗ് ഓൺ സൺസെറ്റ് അങ്ങനെ മുത്തെന്തോ മൊയ്റ്റോയും കൂടെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അതവിടെ വെക്കാം, ഒരു ഫോട്ടോയൊക്കെ എടുക്കാം, അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ കൈ പിടിച്ചുകൊണ്ട് നടക്കണ്ടായിരുന്നത്. പക്ഷെ മണലിൽ നടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമേ ആയിരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ കുറേയൊക്കെ പോയി, അതിൻ്റെ മേലെ വെച്ചിരുന്ന ലെമൺ പോയി, എല്ലാം പോയിട്ടോ. അങ്ങനെ ഞങ്ങളവിടെ വന്ന് നോക്കുമ്പോൾ രാവിലെ തന്നെ എല്ലാവരും വന്ന് അവിടെ സീറ്റ് പിടിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലൊന്നും സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കാം. കാരണം ഇന്നിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് എന്തായാലും കടലിലോട്ടായാലും പൂളിലോട്ടായാലും ഒക്കെ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു അവിടെ ചുമ്മാ അങ്ങനെ ഇരിക്കാം കുറച്ച് നേരം എന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടെ പൂളിൽ തന്നെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഓരോരോ പരിപാടികളുണ്ടായിരിക്കും. 10 o'clock അത്, പിന്നെ 11 ആയാൽ, അല്ലെങ്കിൽ പിന്നെ ഒരു കുറച്ച് ഗ്യാപ്പ് തരും, 12 ആയ വേറൊരു പ്രോഗ്രാം, അങ്ങനെ ഒരുപാട് ഉണ്ടായിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് വർക്കൗട്ട് സെക്ഷൻ പോലത്തെ പൂളിലുള്ളൊരു ഗെയിമായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇതിൻ്റെ ഒന്നും റിയൽ വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്, കാരണം എന്തായാലും കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അപ്പോൾ പിന്നെയും ഇതിൻ്റെ മേലെ ഒരുപാട് നേരം ഞാൻ എഡിറ്റിങ്ങിന് ചിലവഴിക്കേണ്ടി വരും ഗൈസ്. അതുകൊണ്ടാണ് ഈ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് ഞാൻ ഇവിടെ വരുമ്പോൾ, ഞാനിവിടെ ഹോട്ടൽസൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനത്തെ ഈ തെങ്ങിനൊക്കെ പകരം
അങ്ങനത്തെ സംഭവമുള്ള സ്ഥലത്ത് വേണം നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കാണിച്ചത് ഞങ്ങളുടെ അപ്പുറത്തെ ഹോട്ടലിൻ്റെ ഇതായിരുന്നു കേട്ടോ. പക്ഷേ ആ ഹോട്ടൽ ഭയങ്കര പക്ക ബോറാണ്. അപ്പോൾ എന്തായാലും ഞാൻ എന്നിട്ട് പറഞ്ഞു ഓക്കെ നമ്മൾ ബുക്ക് ചെയ്ത് എന്തായാലും ഇതായത് നന്നായി, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായേനെന്ന് പറഞ്ഞു. കാരണം എന്തോ മനസ്സിലിങ്ങനെ കയറിക്കൂടിയ സംഭവമാണ് അങ്ങനത്തെ ആ ഒരു എന്താ പറയുക, നമ്മുടെ എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല, അങ്ങനത്തെ ഒരു മേൽക്കൂരുള്ള സ്ഥലം പോലത്തെ അതൊക്കെ ബീച്ചിലുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കുമല്ലോ, ഭയങ്കര ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കുമല്ലോ എന്നൊക്കെ ഉള്ളതിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ വന്നപ്പോൾ ഇപ്പം ഞങ്ങൾ എടുത്ത ഹോട്ടൽ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറേ ഫോട്ടോഷൂട്ടും അവിടെ ഇരിക്കലും ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയി കേട്ടോ. കാരണം നമുക്ക് 2:30 ഫോം പാർട്ടി ഉള്ളത്. പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ട് വേണം അതിന് പോകാൻ. പക്ഷെ നമ്മുടെ കയ്യിൽ പിങ്ക് അധികം വല്ലാതെ ഉണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ ഏറെക്കുറെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ എന്നാൽ ലഞ്ച് കഴിച്ചേച്ചും പോവാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും ലഞ്ച് കഴിക്കാൻ വന്നു. അപ്പോൾ ഡിന്നർ ഒഴികെ ബാക്കിയെല്ലാം ഇതേ ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടാണ് അവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ പറയുക, ഓരോ ഫുഡിൻ്റെ ടേസ്റ്റ് ആയാലും പിന്നെ നമുക്കിപ്പോൾ ഇവിടെ മൊത്തം ഫിഷ് പല പല ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ ഏതൊക്കെ മസാല വേണമെന്ന് പറഞ്ഞിട്ട് അവർ അപ്പയ്ക്കപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടെ വന്ന ശേഷം അല്ലെങ്കിൽ എൻ്റെ മുന്നേ തന്നെ ആയിട്ട് മുത്തിനെ അറിയുന്ന കാര്യമാണ്, മുത്ത് വീഡിയോ ഒക്കെ കണ്ടിട്ട് അറിയുന്ന കാര്യമാണ്. നമ്മൾ എല്ലാ സ്ഥലത്തും ആരൊക്കെ നമ്മളതിനെ എന്താ പറയുക നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ആരൊക്കെ നമുക്ക് സർവീസ് തരുന്നുണ്ടോ അവർക്കൊക്കെ നമ്മൾ പോകുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫുഡ് സെർവ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്നപ്പോൾ നമ്മുടെ അടുത്ത് ഏതൊക്കെ ജ്യൂസ് വേണം ഇങ്ങനെയൊക്കെയും ചോദിക്കും. അവർക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളതിനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തായിരുന്നല്ലോ എയർപോർട്ടിൽ നിന്ന്, അപ്പോൾ അത് കഴിഞ്ഞാലോ അങ്ങനെ എല്ലാ സ്ഥലത്തും ഇവർ ടിപ്പ് പ്രതീക്ഷിക്കും. എല്ലാ കാര്യത്തിനും ഇവർ ടിപ്പ് പ്രതീക്ഷിക്കും. കാരണം ഇവർ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവർക്ക് കിട്ടുന്ന എന്താ പറയുക സാലറി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഈ കിട്ടുന്ന ടിപ്പ് വെച്ചിട്ടാണ് ഇവരുടെ ഫാമിലി റൺ ചെയ്യുന്നതെന്നാണ് അവരെപ്പോഴും പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡോളറിൻ്റെ US$ ഒരുപാട് കാശാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാവുമ്പോൾ ഇവർക്കും കൊടുക്കാൻ എളുപ്പമാണ്, നമുക്കായാലും അത് വലിയ കുഴപ്പമായിട്ട് തോന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അങ്ങനെ കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ നമ്മുടെ ഈ പിങ്ക് പാർട്ടി നടക്കുന്നിടത്തേക്ക് പിന്നെ നമ്മൾ പോയി. ഇത് ഒരു റൂഫ് ടോപ്പിലാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ശരിക്കും എപ്പോഴും പ്രവേശനമുള്ളത് ഐ തിങ്ക് ഈ ഡയമണ്ട് ക്ലബ്ബൊക്കെ എടുത്ത ആൾക്കാർക്കാണ് തോന്നുന്നു. ഇപ്പം ഈ കാണുന്ന പോലെ ഈ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ പ്രീ ബുക്ക് ചെയ്താൽ മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ, യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാം നിങ്ങൾ നോർമൽ വേണം യൂസ് ചെയ്യാൻ. പക്ഷേ ഇവിടെ വന്ന് വീണ്ടും അതിലിരിക്കാൻ വേണ്ടി വീണ്ടും കാശ് കൊടുക്കാൻ അത്രയും അവരൊന്നിന് തന്നെ ചാർജ് ചെയ്യുക $250, $500 അങ്ങനെയൊക്കെയാണ്. അതൊന്നും ഇപ്പോൾ നമ്മൾ പിന്നെയും ഇതിൽ എക്സ്ട്രാ ആയിട്ട് എടുക്കണം എന്നും ഉള്ളതായിട്ട് വേർത്തായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. പക്ഷെ നമ്മളെ ആൾക്കാർ വരുന്നതിന് മുന്നേ തന്നെ അവിടെയൊക്കെ ഇരുന്നായിരുന്നു. അങ്ങനെ അപ്പം നമ്മളതെല്ലാം കഴിഞ്ഞ് പൂളിലോട്ട് ഇറങ്ങി. ഇത് കുറച്ച് ക്ലിപ്സ് മാത്രം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തുവെന്നേ ഉള്ളൂ കേട്ടോ. കാരണം നമുക്ക് ഫോൺ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നു വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ തോന്നി എന്തായാലും നമ്മുടെയും ഒരു മെമ്മറി ആണ് ഈ സംഭവങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്കും എന്താണ് നമ്മുടെ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. സംഭവം നമുക്ക് കിട്ടുന്ന വ്യൂസ് കുറവാണെങ്കിലും എന്താണെങ്കിലും ആ ഉള്ള ആൾക്കാർ നമ്മുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എപ്പോഴും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ നമ്മൾ കൊടുക്കണമല്ലോ. അങ്ങനെ അപ്പോൾ ഈ ഫോം പാർട്ടി ഇങ്ങനെയുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ ചുമ്മാ ഫോം ഇങ്ങനെ അതിൽ നിന്നാണ് വരുന്നത്. അതിനുശേഷം അവിടെ മ്യൂസിക് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു ഡാൻസ് ചെയ്യാൻ ഒരു ചെറുക്കനും വേറെ ഇപ്പം പിള്ളേരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ തന്നെയാണ് ഡാൻസ് കളിച്ചിട്ടും ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ആൾക്കാർ കുറവായിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു വാവായിട്ട് തോന്നിയില്ല. പക്ഷെ നമ്മൾ തന്നെ നമ്മളായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം അപ്പോഴാണ് നമ്മൾ പൂളിൽ ഇറങ്ങുന്നുള്ളൂ ഈ 2 ദിവസമായിട്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് കുറേ എൻജോയ് ചെയ്തു. ഇവിടെ മാത്രമേ ഫോം ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ തൊട്ടിപ്പുറത്തെ പൂളിൻ്റെ 2 സൈഡിലോട്ടും ഫോം വരാത്തതുകൊണ്ട് അവിടെയും പോയിട്ട് ഞങ്ങൾ കുറേ നേരമൊക്കെ ഇരുന്നായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്താ പറയുക, ഞാൻ ഇതുവരെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമാണല്ലോ. അങ്ങനെ നമ്മൾ പിങ്ക് പാർട്ടി ഫോം പാർട്ടി ഒക്കെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കടലിലോട്ട് വന്നു. നമ്മൾ എന്താണ് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്ന് ആ ഒരു രാത്രി കഴിഞ്ഞു, ഇതിൻ്റെ പിറ്റേ ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ നമ്മൾ ഈ ഒരു നേരത്തെ വെയിൽ കൊണ്ടിട്ട് തന്നെ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു.
സൺസ്ക്രീനൊക്കെ വാരിപ്പൊത്തി എന്നിട്ടും കാര്യമില്ലല്ലോ, നമ്മൾ വീണ്ടും വെള്ളത്തിലോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും വാരിപ്പൊത്തും. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഗൈസ്, അത്രയും ടാൻ അടിച്ചു. ഇവിടുത്തെ മണൽ ഭയങ്കര വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വെള്ളം, ഈ ഒരു ബ്ലൂ കളറ്, ചില സമയത്ത് തോന്നും ഒരു ഗ്രീൻ കളറാണോ, അങ്ങനെയൊക്കെ ഭയങ്കര മാജിക്കലായിട്ട് തോന്നി കേട്ടോ. നമ്മൾ കുറേ നേരമൊക്കെ അവിടെ നിന്ന്, പക്ഷേ കണ്ണിലോട്ട് വെള്ളമാകുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലത്തെ വെള്ളത്തിനേക്കാൾ ഉപ്പ് രസം ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കണ്ണൊക്കെ നീറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ വിചാരിച്ചു ഓക്കെ ഇനി വീണ്ടും പൂളിലോട്ട് പോവാം. താഴത്തുള്ള പൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവിടെ പോവാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും പൂളിലോട്ട് ഇറങ്ങി. അതെല്ലാം കഴിഞ്ഞ് വന്ന് നല്ലൊരു കുളി പാസ്സാക്കിയിട്ടോ. കാരണം അത്രയും ഉഷ്ണത്തിൽ എന്താ പറയുക, തല കുളിക്കാതൊന്നും പറ്റുകയില്ല. പിന്നെ നമ്മൾ ആകെ ചീത്ത വെള്ളത്തിലല്ലേ കുളിക്കണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നല്ല വീട്ടിൽ വന്ന് നന്നായിട്ടൊന്ന് റൂമിൽ വന്ന് കുളിച്ച ശേഷം ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ എനിക്ക് തോന്നി എന്താ പറയുക, ഇനിയിപ്പോൾ നമ്മൾ ഈവനിങ്ങിലും പുറത്തിറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഓൾറെഡി ഇപ്പോൾ ഒരു 5-5 ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി എന്തായാലും ഡിന്നറിന് പോവാം. കാരണം നമ്മളൊരു റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്ന ദിവസം നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യേണ്ടത് കൊണ്ട് അന്ന് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിത് മുൻകൂട്ടി നമ്മൾ ചോപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്, അതിൽ നമ്മൾ മുൻകൂട്ടി ഇവിടെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഈ ഹോട്ടലിൽ തന്നെ ഉള്ളതാണ് നമുക്ക്, പക്ഷേ പ്രീ ബുക്ക് ചെയ്യണമെന്ന് മാത്രം. അതും കുറച്ച് പേരെ മാത്രമേ അവർ അലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ അതിന് മാത്രം പോവാം, ഒരു ഡിന്നർ ഡേറ്റിന് പോവാം എന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം നമുക്ക് നാളെ ഇത് നമ്മൾ ഈ ഹോട്ടലിലല്ലാതെ പുറത്തോട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വന്നൊന്ന് കിടന്നുറങ്ങും എല്ലാം വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ തോന്നി എന്തെങ്കിലും ഒന്ന് കഴിക്കാം. ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ റൂമിൽ തന്നെ വന്നിരുന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്ന് കടലിൽ തന്നെ കണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു രസം ഒന്ന് വേറെ അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് മുത്ത് അതൊക്കെ ഓർഡർ ചെയ്ത് പിന്നെയും വന്നിരുന്നു. ഇനിയിപ്പോൾ അത് നമുക്ക് റൂം സർവീസ് ഉണ്ട്, അതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 24/7 റൂം സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞും ഷെയർ ചെയ്തും അങ്ങനെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ തന്നെ പറയണ്ടായിരുന്നു ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും ടാൻ അടിച്ചു കൂട്ടാ, എന്താ ഇപ്പോൾ ഇത് എന്നൊക്കെ ഉള്ള പോലെ. കാരണം അത്ര പെട്ടെന്നുള്ളൊരു ചേഞ്ചായിരുന്നു. അത് എങ്ങനെ ഇപ്പോൾ അത് പറയാന്നറിയില്ല. ഞങ്ങളതൊരു പറയുമായിരുന്നു, നമ്മൾ ഇനി നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഈ ഒരു ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യും എന്നുള്ള ഒരു സംഭവം. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടോ അവിടെ പോയതിന് ശേഷം. നമ്മൾ പറയുകയും ചെയ്തു മെക്സിക്കോയിലോട്ടാണ് നമ്മൾ പോയിന്നുണ്ടെങ്കിലും നമുക്കൊരു നാട് കണ്ട ഫീലായിരുന്നു. കാരണം കുറേ തെങ്ങും എന്താ പറയുക, കുറേ ഒരു കാനഡയിനേക്കാൾ ഒരു വേറൊരു ഭൂപ്രകൃതി തന്നെയാണ് ഭയങ്കരമായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പൊന്നാനിക്കടുത്തുമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം കടലൊക്കെ അത്യാവശ്യം കാണാറുണ്ട്. പിന്നെ നമ്മൾ പുഴയുടെ തൊട്ടപ്പുറത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ആ ഒരു വെള്ളത്തിൻ്റെ വൈബൊക്കെ വന്നപ്പോൾ ഭയങ്കര ഒരു നാട്ടിൽ പോണ പോലത്തെ ഒരു നാട് കണ്ട പോലത്തെ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി വെക്കേഷൻ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ചിക്കൻ വിങ്സും പിന്നെ ഞാനൊരു ബ്രൗണിയൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കഴിച്ചു. കുറച്ച് നേരം നന്നായിട്ടിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഡിന്നർ ഡേറ്റിന് പോകാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഈവനിങ് സൺസെറ്റിന് ശേഷം പിന്നെ ഇവിടെ ആരുടെ അടുത്തും ഇവർ ഇപ്പോൾ ഹോട്ടലിൽ തന്നെ ആണെങ്കിൽ പോലും ഈ കടലിലോട്ട് ഇറങ്ങരുത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കാരണം അവരുടെ ഗാർഡും ആരും അവിടെ ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നോക്കുമ്പോൾ ഏകദേശം അത് കഴിഞ്ഞിട്ടും ആ ഒരു 6 മണി ഒക്കെ ആവാൻ നേരത്തും ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഡേ ടൈം ആയതുകൊണ്ട് ആരും ഒന്നും പറയുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും അതൊക്കെ നോക്കിയിരുന്ന് എന്തൊക്കെയാണ് ചേഞ്ചസ് ഇവിടെ. കാരണം നമ്മുടെ ആദ്യത്തെ ഒരു ലോങ് ഡേ അല്ലേ ഇപ്പോൾ മെക്സിക്കോയിൽ. അപ്പോൾ ഞാൻ അതൊക്കെ ആ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ കുറേ നേരം അതും ഇതൊക്കെ നോക്കിയിരുന്നു. നമ്മുടെ ഈ ഒരു റൂമിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നേരെ കാണുന്നത് ഡയമണ്ട് ക്ലബിൻ്റെ
സ്വിമ്മിംഗ് പൂളും ആ ഒരു ഏരിയ ആയിട്ട് നമ്മൾ ശരിക്കും നമ്മുടെ റൂമിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നത്. അപ്പോൾ അതും എനിക്ക് തോന്നുന്നു ചില റെസ്റ്റോറൻറ്റ്സ് കാരണം ചില കാര്യങ്ങൾ അവർക്കും വ്യത്യാസമുള്ളൂ, അല്ലാണ്ട് വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആൾക്കാരെല്ലാം ഇവിടുന്ന് കുറച്ച് നേരത്തെയും കൂടെ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് വീണ്ടും എല്ലാവരും തിരിച്ച് റൂമിലോട്ട് കയറുന്ന സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വ്യൂവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇതുവരെ കാണാത്തൊരു സംഭവമല്ലേ ഇങ്ങനെ സൺസെറ്റ് ഇങ്ങനെ ആവുന്നതൊക്കെ നോക്കിയിട്ട്. പിന്നെ ഈ കാണുന്നത് നമ്മൾ എക്സ്ട്രാ ഡിന്നറിന് വേണ്ടിയിട്ട് പേ ചെയ്ത്, എനിക്ക് തോന്നുന്നു ഒരു കപ്പിളിന് 500 അങ്ങനെ എന്തോ വെച്ചിട്ട് പേ ചെയ്യണം $US. അങ്ങനെ പേ ചെയ്താൽ മാത്രം ഡിന്നറിന് പോകാൻ പറ്റുന്ന സ്ഥലമാണത്. അതൊന്നും എനിക്ക് വേർത്തായിട്ട് തോന്നിയില്ല, ചില ആൾക്കാർക്കൊക്കെ ആയിരിക്കും. നമ്മളതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് വീണ്ടും ഡ്രസ്സപ്പ് ചെയ്ത് നമ്മൾ ഡിന്നർ ഡേറ്റിന് പോവാണ് ഗൈസ്. ഇങ്ങനെയൊന്നും നമ്മളിപ്പോൾ ഇവിടെ ഒക്കെ ഇങ്ങനെ വന്നതിന് ശേഷം പോകുന്നുണ്ടെന്നല്ലാണ്ട് നാട്ടിൽ നിന്നും പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്നൊന്നും ഈ ഒരു ടേം ചിലപ്പോൾ യൂസ് ചെയ്ത് കാണത്തില്ല. ശരിയാണ്, ഡിന്നർ ഡേറ്റ് എന്നുള്ളൊരു ടേം ഒന്നും യൂസ് ചെയ്ത് കാണത്തില്ല. നമ്മൾ ചുമ്മാ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, വരുന്നു, അങ്ങനെ. അപ്പോൾ അതേപോലെ നമ്മൾ ഒന്ന് പോയി വരാം, എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഗൈസ്. വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല, പക്ഷെ മിററിൽ നിന്ന് ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കേണ്ടായിരുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ ഡിന്നറിന് പോകുമ്പോഴും താഴത്തോട്ട് ഇറങ്ങുമ്പോഴും എപ്പോഴും രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ സ്റ്റേജ് ഷോസ് ഉണ്ടായിരിക്കും കേട്ടോ. ഓരോ ദിവസവും ഡിഫറെൻറ്റ് അതും ഒരുപാടെണ്ണം ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ചില സമയത്തൊക്കെ അത്യാവശ്യം കാണാറുണ്ട്, ചില സമയത്തൊന്നും കാണാറുമില്ല കേട്ടോ. കാരണം നമ്മൾ 2 ദിവസം പുറത്ത് പോയായിരുന്നു. ഒക്കെ ഇനി വരും വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ എന്തായാലും. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. കാരണം നമ്മൾ കൊടുക്കുന്ന കാശിന് മുതലാക്കിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എനിക്ക് നല്ലൊരു, ഇപ്പം ഞാൻ റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ 10/10 അല്ലാന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ കൊടുക്കും. കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കുറേ നേരം നമ്മൾ കണ്ടു നിന്നിരുന്നു. ഇവരുടെ ഓരോ ദിവസത്തെ പരിപാടി നന്നായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന തരത്തിലാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യാതെ ഓരോരുത്തരെ വന്നിട്ട് എന്താ പറയുക ചിലപ്പോൾ സ്റ്റേജിലോട്ട് വിളിച്ചു കൊണ്ടുപോകാറുണ്ട്. അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ ആയിരുന്നു ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം ഇവിടെയുള്ള മെക്സിക്കൻസ് എല്ലാവരും ഈ ഒരു ടൂറിസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. നമുക്ക് അവിടെ പോയപ്പോൾ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളാ നിന്ന കാൻകൂൺ എന്നുള്ള ഏരിയയിൽ നമുക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഏരിയയിൽ കുറച്ച് എന്താ പറയുക അല്ലറ ചില്ലറ ആൾക്കാരൊക്കെ വന്നിട്ട് മറ്റേ ഈ ഹാറ്റ്, കുറേ മാല, വള ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് വിൽക്കുന്നുണ്ടായിരുന്നേ. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ അതില്ല. അപ്പോൾ അത് ഓരോ ദിവസത്തെയും ചിലപ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ തന്നെ നമ്മൾ കാൻകൂൺ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ത്രില്ഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മുത്തൊരു ജ്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മുത്തതിരുന്ന് കുടിച്ചു. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഇപ്പോഴേ മധുരം കുടിച്ചതിൻ്റെ ഡയറ്റിന് ശേഷം ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് അല്ലേ. അപ്പം ഞാൻ പിന്നെ അധികം അതും ഇതൊന്നും വാങ്ങി കുടിക്കാൻ നിന്നില്ല. നേരെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. ഇത് പോയപ്പോഴൊക്കെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കവിടെ ഓൾറെഡി ഉള്ള സർവീസ് ഉണ്ടല്ലോ. ഇപ്പോൾ എല്ലാം ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഒരേ സ്ഥലത്ത് പോയിട്ട് ഞാനിപ്പോൾ മുന്നേ കഴിച്ചതൊക്കെ കണ്ടില്ലേ, ആ സെയിം എന്താ പറയുക സംഭവം തന്നെയാണ് ഇവിടെയും. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടി സർവീസും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുതൽ തരും. അത്രയും മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ മറ്റതും സെയിം തന്നെയാണ്. അതാവുമ്പോൾ എന്താ പറയുക നമുക്ക് കടലിൻ്റെ വ്യൂ ഒക്കെ കണ്ടിരുന്ന് കഴിക്കാം. ഇതാവുമ്പോൾ നമുക്ക് പുറത്തുള്ള വ്യൂ കണ്ടിരുന്ന് കഴിക്കാം. ഒക്കെ ഒരു ചെറിയ ഡിഫറൻസ് അത്രയേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും റൂമിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ എന്താ പറയുക നാളെ കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാളത്തെ വ്ളോഗ് ഈ ഹോട്ടലിന് പുറത്തോട്ടായിരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി ഉറക്കത്തിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ടാറ്റ ബൈ ഫ്രം വൈബ് ജോഡി. ഞാൻ എന്തായാലും ഇന്നെടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഇതിൻ്റെ ലാസ്റ്റിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഓരോ വ്ളോഗിലും അന്നന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസും കൂടെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഒരുപാട് താങ്ക്സ്. ബൈ.